ഷർട്ടിൽ ബട്ടൺ സൂര്യനെന്ന പ്രകൃതം ഇപ്പോഴും ഉണ്ടല്ലേ? ചിലപ്പോൾ അതൊരു കാലമായിരുന്നു. അതെ അതെ. ഇടയ്ക്ക് ഒരുപക്ഷെ തനിച്ചിരിക്കുമ്പോൾ ഈ രംഗങ്ങളൊക്കെ ഇടയ്ക്ക് ടെലിവിഷനിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് പറന്നു പോകാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നല്ലേ? ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ദ്വീപ് കഴിഞ്ഞിട്ട് പാദസരം. ആ ഇൻട്രോവേർട്ടും മറ്റേ ആ നാണമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ജോസേ. ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന നടികളൊക്കെ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. വെരി കംഫർട്ടബിൾ. ഒരു തരത്തിൽ അവിടെ ഒരു നാണവും അവിടെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല ഇല്ല. ആലപ്പി അഷ്റഫ് വീണ്ടും വരുന്നുണ്ട് ചിലരെ. ജോസ് അന്ന് കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഒരു ഹോട്ട് കേക്കായിരുന്നു. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ഒരു ഹരമായിരുന്നു. ധാരാളം ലെറ്റേഴ്സ് ഒഴുകി വരും. ജോസിൻ്റെ റൂമിൽ ദിവസവും ഒരു 10-15 എഴുത്ത് വീതം വന്ന് റൂമിലുണ്ടാവാറുണ്ട്. എല്ലാം ഞാനാണ് കുത്തിയിരുന്നെന്ന് മറുപടി എഴുതുന്നത്. അദ്ദേഹം ലാസ്റ്റ് ഒപ്പ് മാത്രം എഴുതും, വായിച്ചു പോലും നോക്കാറില്ല. പിൽക്കാലത്ത് ഇതിലേതെങ്കിലും വല്ല പെൺകുട്ടികളും വന്ന് പിന്നീട് വന്ന് ചോദിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ചില വാക്കുകളും ചില പ്രണയത്തിന് ഞാൻ അതേപോലെയൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോസ് കുറച്ചാണെങ്കിലും എന്നെ ചതിക്കേണ്ടിയില്ലായിരുന്നു, എന്നെ ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് വല്ലതും ചോദ്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ലെറ്റേഴ്സ് ഇവർ നോക്കാറുണ്ടായിരുന്നു. ലെറ്ററിന്റെ മറുപടിയൊക്കെ അയച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഫോട്ടോ ഒക്കെ ഇട്ട് അയക്കുമായിരുന്നു. അപ്പോൾ നല്ല മധുരപരമായ വാക്കുകൾ തന്നെ അദ്ദേഹം ഉപയോഗിച്ചു. പുള്ളിക്കത് എഴുതാനുള്ളൊരു നല്ല സ്റ്റൈലുണ്ടല്ലോ, വൈഭവം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഐ ട്രസ്റ്റ് ഹിം, സോ ഹി യൂസ്ഡ് ടു ഹെൽപ്പ് മീ. ഇടയ്ക്ക് റെസ്പോൺസ് ചെയ്യും. ആരാധികന്മാർ കാണാനൊക്കെ വരുമ്പോൾ ജോസ് എന്ത് ചെയ്യും? അല്ല, അവിടെ ലോഡ്ജ് അല്ലേ, അവിടെ അങ്ങനെ. എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ കൂടിക്കാഴ്ചകളൊക്കെ? മേ ബി സം വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻ്റ് ആയിരുന്നു മെയിൻ. അതൊരു മറ്റേ അമേരിക്കൻ ഇതിന്റെ മുമ്പിൽ അതായിരുന്നു മെയിൻ താവളം. യെസ്. ആരാധികമാരും ജോസും തമ്മിലുള്ള സംസർഗം നടന്നുകൊണ്ടിരുന്ന സ്ഥലം. ഈ ശിവാജിറാവ് എല്ലാം കാപ്പി കുടിക്കാൻ ഇഡ്ഡലി അടിക്കാൻ എല്ലാം ഞങ്ങൾ അവിടെയാണ് ക്യാമ്പ്. കത്തെഴുതുന്നവരോട് ചിലർ അതെ. ജോസിന്റെ ഈ ഒരു മേഖലയിലുള്ള വൈദഗ്ധ്യം ഓർമ്മിച്ചെടുക്കുന്ന വേറെ ആൾക്കാരുണ്ടോ? നോക്കട്ടെ. 1978 രതിനിർവേദത്തിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ രംഗത്ത് വരുമ്പോൾ ജോസ് ആ കാലത്തെ യുവ നടീനടന്മാരിൽ വളരെയധികം പ്രശസ്തനായിരുന്നു. പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയ്ക്കെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ യുവതികളുടെ ഇടയ്ക്കെന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ജോസ് വളരെയധികം പ്രിയങ്കരനായിരുന്നു. ജോസിൻ്റെ ബ്രദർ ശ്രീ ഗബ്രിയേൽ ബാബു നടത്തിയിരുന്ന സ്റ്റുഡിയോൻ്റെ പിന്നിൽ ജോസിൻ്റെ തറവാട് വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയിരുന്നതും അദ്ദേഹത്തിൻ്റെ സ്നേഹം ആവോളം ഞാൻ ആ സമയത്ത് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ MA മ്യൂസിക്കിന് ജോയിൻ ചെയ്യാൻ വേണ്ടി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്ത് RK ലോഡ്ജ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ പലപ്പോഴും ജോസിനെ അവിടെ കാണും. ജോസിൻ്റെ റൂമിൽ കയറിയിരിക്കും. ചില ദിവസം ക്ലാസ്സിൽ പോക്കൊന്നും നടക്കില്ല. പിന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ്. ഈ ആരാധികന്മാരുടെ ഒരു എന്താ പറയുക ബാഹുല്യം കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന ജോസ് ഇതാ വരട്ടെ ഒന്നും കൂടി. ജോസിന് ആ സമയത്ത് ഒരു അടിപൊളി കാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് ഇതുപോലെ ഫോറിൻ കാറുകളൊന്നുമല്ലല്ലോ. അന്ന് നമ്മൾ അംബാസഡർ ഫിയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫിയറ്റ് കാറിനെ റീമോഡൽ ചെയ്തിട്ട് അതിൻ്റെ ഈ ഗിയറൊക്കെ ഇവിടെയുള്ള ഗിയറൊക്കെ എടുത്ത് ഫ്ലോർ ഷിഫ്റ്റാക്കി മാറ്റി ചെറിയൊരു സ്പോർട്സ് സ്റ്റിയറിംഗ് ഒക്കെ വെച്ചുകൊണ്ട് അടിപൊളി ഒരു കാറായിരുന്നു. ആ സമയത്ത് മദ്രാസിലെ പല എല്ലാ റോഡുകൾക്കും എല്ലാ വിമൻസ് കോളേജുകൾക്കും ഒക്കെ ജോസിൻ്റെ ഈ കാറിനെ വളരെയധികം പരിചയമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ആ കാറ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുകയുണ്ടായി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലൊരു കാറ് വാങ്ങിയത് ഈ ജോസ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കാറ് രതീഷ് ഏട്ടന് വിറ്റു. പഴയ പ്രശസ്ത നടനായിരുന്ന രതീഷിന് വിറ്റു. രതീഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ തേർഡ് ഹാൻഡായിട്ട് ഈ കാർ എൻ്റെ കയ്യിലാണ് വരുന്നത്. അപ്പോൾ ഞാനും കുറേ കാലം ഈ കാർ ഓടിച്ചുകൊണ്ട് നടന്നു. അപ്പോഴേക്കും ഈ കാറിൻ്റെ ഓരോ പ്രാവശ്യം ഈ കാറിൽ കയറുമ്പോൾ എനിക്ക് ജോസിനെ ഓർമ്മ വരും. എന്തായാലും ആ പഴയ കാലമൊക്കെ ഓർക്കുമ്പോൾ ജോസിൻ്റെ ആ ഒരു കടലേ നീലക്കടലേ എന്നുള്ള ആദ്യത്തെ സിനിമയിൽ രാമു കാര്യാട്ടൻ്റെ ദ്വീപ് എന്നുള്ള പടത്തിലെ പാട്ടൊക്കെ ഓർമ്മ വരികയാണ്.
തമ്മിൽ സാജനാണ് ഡയറക്ടർ, എറണാകുളത്ത് ഷൂട്ട്. രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഷോട്ടിൽ, അദ്ദേഹവും ഞാനും. അപ്പം ഡയറക്ടർ പറഞ്ഞു ഇച്ചിരി ലെങ്ത്ത് കൂടുതൽ വേണം, അത് വേറെ ഏതോ വോയിസോ സൗണ്ട് വേറെ ആണ്ട് പിന്നെ വന്നോളും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഈ ഡോക്ടേഴ്സ് രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, സർജറി ചെയ്തതിലുള്ള പാകപ്പിഴ, അതിലുള്ള പ്ലസ് മൈനസ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കുറച്ച് ലെങ്തി ഷോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് ബിഗ് ഹീറോ ആയി കഴിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് ഫെയ്ഡഡ്. സിനിമയിൽ നിന്ന് ഫെയ്ഡ് ചെയ്ത് പോവുകയാണ്. എൻ്റെ വേറെ ഒരു ട്രാജഡി ലൈഫിലുണ്ടായിരുന്നു, യുനോ ഡൈവോഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ബട്ട് ഐ വാസ് വെരി കംഫർട്ടബിൾ. ഹി യുനോ വാസ് വെരി, എന്താ പറയുക, നമ്മളിരിക്കുന്ന പോലെ വളരെ കംഫർട്ടബിളായിട്ട് ആദ്യത്തെ സീൻ, ഫസ്റ്റ് ഡേ, ആദ്യത്തെ സിനിമ, നല്ല ഷോട്ട്. ഡയറക്ടർ റിപ്പീറ്റ് ചെയ്യാൻ പോലും പറഞ്ഞില്ല. ദാറ്റ് വാസ് എ വെരി ഗുഡ് ഷോട്ട്. ഐ റിമെമ്പർ. എത്രയോ ഒരു 40 years മുമ്പത്തെ കാര്യം ഞാനിപ്പോൾ പറയുന്നു.